ഹേ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ കാണുന്നത് നമ്മൾ കുറെ ഹോട്ടൽ റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് ഫുഡുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വീക്കിലി ഒരു സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസിന്റെ ഒരു എപ്പിസോഡ് തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പൊ എപ്പിസോഡ് നമ്പർ 1 ആയിട്ട് എടുത്തേക്കണം നമ്മൾ ബഷീർക്കട തട്ടുകടയാണ്. അപ്പൊ നമുക്ക് ബഷീർക്കട തട്ടുകടയുടെ വിശേഷങ്ങൾ അറിയണം, ഇവിടുത്തെ ഫുഡിന് രുചി അറിയണം. അപ്പൊ അതാണ് ഇന്നത്തെ ബ്ലോഗ്. ബഷീർക്ക് അപ്പൊ കട തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ ഇവിടെ കട തുടങ്ങിയിട്ട് 10 വർഷമായി. 10 വർഷമായി. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം എനിക്ക് വലിയ കുഴപ്പമില്ല, ജീവിച്ചു പോവാ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കാനായിട്ട് എന്താ പിടിക്കണത് ഇവിടുന്ന്? ഇവിടുന്ന് ബീഫ് കൊള്ളി മേടിക്കും, ബോട്ടി കൊള്ളി മേടിക്കും. അപ്പൊ നമ്മൾ ആദ്യം ട്രൈ ചെയ്യണത് ബഷീർക്കട കടയിൽ നിന്ന് കൊള്ളിയും ബീഫാണ്. സംഭവം ബീഫിന്റെ പീസുകളൊക്കെ ഭയങ്കര ജ്യൂസി പോലെ ഭയങ്കര സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പൈസിയിൽ തന്നെയാണ് സെറ്റ് ആക്കിയാണ്. അതുകൊണ്ട് തന്നെ നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അടുത്ത് നമ്മൾ ട്രൈ ചെയ്യണത് കൊള്ളിയും ബോട്ടിയാണ്. സംഭവം അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്പൈസിയാണ്. സ്പൈസി ഓവർ ഇട്ടില്ല, കൊള്ളിമ്പൊട്ടിക്ക് ആവശ്യമുള്ള ഒരു സ്പൈസി തന്നെ. നല്ല ടേസ്റ്റാണ്. ഹായ് ബ്രോ, ഇവിടുത്തെ തട്ടുകടയിലത്തെ വിഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി സംഭവമാണ്. ഇതിപ്പോ കണ്ടില്ലേ, കൊള്ളിയും ബീഫും സൂപ്പറാണ്. ഇവിടേക്കാണോ വരാറ്? ഞാൻ കൊള്ളിയും ബീഫും കഴിക്കണ ഈ കടയ്ക്ക് മാത്രമേ വരാറുള്ളൂ. ചേട്ടാ എങ്ങനെയുണ്ട്? അപ്പൊ ബഷീർക്ക് കച്ചവടമൊക്കെ ഇനി നന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു. അവനായിട്ട് നന്നായി വരട്ടെ. അപ്പൊ ഈ സ്പോട്ടാണ് കേച്ചിന് കൊടുക്കാൻ റോഡിലെ എരന്തല്ലൂർക്ക് പോണ റോഡിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസിന്റെ എപ്പിസോഡ് നമ്പർ 1. അപ്പൊ ഇനി നമ്മൾ വീക്കിലി ഓരോ എപ്പിസോഡ് പോലെ ഇടും സ്ട്രീറ്റ് ഫുഡുകൾ ഇങ്ങനെ പരിചയപ്പെടുത്താനായിട്ട്. നമ്മുടെ മറ്റുള്ള വീഡിയോസിന് കിട്ടുന്ന സപ്പോർട്ട് തന്നെ ഈ വീഡിയോസിന് വേണം. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ.